മെയ് ദിനത്തിൽ തന്റെ വീടിന് മുന്നിൽ കാറൽ മാർക്സിന്റെ പ്രതിമ സ്ഥാപിച്ച് കമ്മ്യൂണിസ്റ്റ് സ്നേഹം പ്രകടമാക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയും അഭിഭാഷകനുമായ വി.പി. ശ്രീനിവാസൻ. മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ പിന്തുടരുന്നവർ ഇന്ന് CPM-ൽ ഇല്ലെന്ന് പാർട്ടിയിലെ വിഭാഗീയതയിൽ രോഷം കൊള്ളുന്ന ഇദ്ദേഹം പറയുന്നു. തിരുവനന്തപുരം തേക്കുമൂട് ആനാടിയിൽ അഡ്വക്കേറ്റ് വി.പി. ശ്രീനിവാസന്റെ ദീർഘനാളായുള്ള ആഗ്രഹമാണ് ഇന്ന് സഫലമായത്. 1962 കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സജീവ പ്രവർത്തകനായിരുന്ന ഇദ്ദേഹം പിന്നീട് എപ്പോഴോ പാർട്ടിയിൽ നിന്നകന്നു. അഭിഭാഷക വൃത്തി തുടരുമ്പോഴും സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ശ്രീനിവാസനെ ഏറെ വേദനിപ്പിച്ചത് പാർട്ടി രണ്ടായതാണ്. മാർക്സിന്റെ സിദ്ധാന്തങ്ങൾ മറന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്ത് ഇങ്ങനെയൊരു നേതാവ് ജീവിച്ചിരുന്നുവെന്ന് കാണിക്കാനാണ് ശ്രീനിവാസൻ തന്റെ വീടിന് മുന്നിൽ കാൾ മാർക്സിന്റെ പ്രതിമ സ്ഥാപിച്ചത്. മാർക്സിസ്റ്റുകാരന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം. അതിനകത്ത് ആരോഗ്യമുള്ള കാലത്തോളം പ്രവർത്തിക്കുക. അപ്പം സാധാരണക്കാരൻ്റെ ആളായിട്ട് കണ്ടു. ഒരു സാധാരണക്കാരനാണ് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ട് ഞാൻ കണക്കാക്കി. പേട്ട സ്വദേശി പ്രേംരാജാണ് 4 മാസം കൊണ്ട് കാൾ മാർക്സിന്റെ അർദ്ധാകായ പ്രതിമ പൂർത്തിയാക്കിയത്.